പ്രൊസീജിയറല്ലേ ആ പ്രൊസീജിയർ തുടങ്ങിയില്ലല്ലോ. നമ്മൾ അതിൻ്റെ ഇടയിൽ ഓടുന്ന വണ്ടിയിൽ കയറി ഓടരുത്. ഓടുന്ന വണ്ടിയിൽ നമ്മൾ ഓടരുത്. വണ്ടി നിർത്തും, അപ്പോൾ ഇറങ്ങാനേ പാടുള്ളൂ. ഓടുന്ന വണ്ടിയിൽ കിടന്ന് നമ്മൾ ഓടിയാൽ സ്ഥലത്തെത്തുമോ? ഇല്ല. ഓടുന്ന വണ്ടിയിൽ നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുക, വണ്ടി നിർത്തുമ്പോൾ നമ്മൾ ഇറങ്ങുക. അല്ല, അതല്ല നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട് അത് ഞാൻ ആവശ്യമുള്ള ചോദ്യം മാത്രമേ കേൾക്കുള്ളൂ. ആവശ്യമില്ലാത്ത നിങ്ങൾ എന്നെ കുറിക്കാൻ വേണ്ടിയിട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യത്തിലും ഞാൻ വീഴില്ല. കുറേ നാളായില്ലേ തുടങ്ങിയിട്ട്. സാധാരണഗതിയിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തന്നെ തലേ ദിവസം ഇവിടെ എത്തിയപ്പോഴുണ്ടായിരുന്ന ഒരു ആൾക്കൂട്ടം കണ്ടിരുന്നു. ആൾക്കൂട്ടം അങ്ങനെ തന്നെയാണ്, പക്ഷേ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും അതല്ല ഇന്ന് കാണാൻ കഴിയുന്നത്. അതല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും അലയടിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റേറ്റ് ഒട്ടുക്കേണ്ടത്. ഈ വൻ വിജയം ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങളൊക്കെ കുറേ സർവേ നടത്തിയല്ലോ. ഞാൻ ഇതുമൊക്കെ പേരൊക്കെ നോക്കിയ കുറേ സർവേ നടത്തിയല്ലോ. കുറേ സർവേ ഞങ്ങൾ തോറ്റുപോകുന്നൊക്കെ പറഞ്ഞ് സർവേ നടത്തിയ ആളൊക്കെ ഉണ്ടല്ലോ. ഇതിന് 84 സീറ്റ് LDF കൊടുത്ത സാധനം കാണാണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, 100-ലധികം സീറ്റുണ്ട് പറഞ്ഞല്ലേ, അതിലേ വന്നത്. അത് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കും. കാരണം ഈ അസംബ്ലി സമ്മേളനം കൂടേണ്ടതുണ്ട് നേരത്തെ. അപ്പോൾ ഒരു പുതിയ ക്യാബിനറ്റ് വന്നിട്ടാണ് അവരാണ് റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത് അസംബ്ലി സമ്മേളനം. അപ്പോൾ അത് ഒരു ടൈം ഷെഡ്യൂളുണ്ട്, അതനുസരിച്ചിട്ട് വരും. എന്തായാലും രമേശ് ചെന്നിത്തലയുടേതാണെങ്കിലും വി ഡി സതീശിൻ്റെതാണെങ്കിലും ശബ്ദം ഒരുപോലെയാണ്. നിയന്ത്രിതമായി മാത്രമേ കാര്യങ്ങൾ പറയുന്നുള്ളൂ, വിട്ടു പറയുന്നില്ല. എല്ലാവരും ഒരു പ്രതീക്ഷയിൽ അങ്ങനെ കാത്തിരിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.